പുതിയൊരു വീട്ടിലൂടെ എല്ലാവർക്കും സ്വാഗതം കിട്ടും. അപ്പോൾ പച്ചമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ് ഡേ, ടുഡേ ഇസ് ദ ക്ലീനിങ് ഡേ ഗൈസ്. അപ്പോൾ ജിഷ്ണു രാവിലെ അല്ലേ, ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. ജിഷ്ണു തുടങ്ങിയിട്ടുണ്ട്. ജിഷ്ണു ഇപ്പോൾ കുമ്പിടി ആയിട്ടുണ്ട്, ബേക്കിൽ മുടിയൊക്കെ കിട്ടി. അപ്പം ഇന്ന് ക്ലീനിങ് ഡേ ആണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ജിഷ്ണു കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊച്ചു പിള്ളയാണ്. അപ്പോൾ ഗൈസ് ഫുള്ള് ചെളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാന് വൃത്തിയാക്കുക, പിന്നെ ഫാന് വൃത്തിയാക്കുക, ആ കാര്യങ്ങൾ. ജിഷ്ണു സ്റ്റീല് വൃത്തിയാക്കുക, അതാണ് ജിഷ്ണുവിൻ്റെ പരിപാടി. അപ്പോൾ അതാണ് കേട്ടോ. എന്റെ പുറത്തിരിക്കുന്ന അങ്ങനെ ഏകദേശം ഫാനിൻ്റെ എല്ലാ സംഭവങ്ങളും ഊരി മാറ്റി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ സൈഡിലെ ഫുള്ള് വെന്റിലേഷൻ ഊരി, അപ്പോൾ അതും കൂടെ വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ്. ജിഷ്ണു ഫുള്ള് സീനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ വെച്ചാൽ വരെ ഫുള്ള് സാധനം ഊരി എടുത്തു കേട്ടോ. നമ്മളെ സൈഡിൽ പറഞ്ഞ ഫുള്ള് വെന്റിലേഷനാണ്. അപ്പോൾ അത് ഫുള്ള് ഊരി എടുത്തു. അപ്പം അതും കൂടെ കഴുകിയിട്ട് വരാം. ഏകദേശം പണി ഒതുക്കിയിട്ടുണ്ട്. എല്ലാ സാധനവും കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ ഓസ് ചെറിയ പണി കിട്ടിയാലോ. ജിഷ്ണുണ്ട്. ജിഷ്ണു ചത്ത കോഴി പോലെ ചേത്ത് പാടമായി ഇരിക്കുന്നുണ്ട്. ജിഷ്ണുകത്തെ പരിപാടി ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചാൽ വരെ നമുക്ക് പിന്നെ മറൈനീസിൽ നിന്നൊരു ട്രിപ്പ് കിട്ടിയായിരുന്നു കേട്ടോ. കോളേജ് കൂർഗ്, മൈസൂർ, ഊട്ടി, ചിക്ക്ബാംഗ്ലൂരില്ല ബേലൂർ. അപ്പോൾ നമ്മളിങ്ങനെ പിള്ളേരെടുക്കാൻ വേണ്ടി മറൈനീസിലോട്ട് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കോളേജ് എത്തി. കോളേജിൻ്റെ നമ്മളവിടെ വണ്ടി കയറ്റിയിട്ട് ബാക്ക് ഡിക്കിയിലൊക്കെ തുറന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ അതാ പിള്ളേർ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാറായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തുള്ള വണ്ടി കയറി നേരെ ഫുൾ ഡീസൽ വിളിച്ച് പിന്നെ നമ്മുടെ ആറ്റിലേക്ക് നമ്മുടെ ഇത്തിരി ഡോറുണ്ട്. ഇത്തിരി ഡോറ് പടമാക്കി പിള്ളേരുടെ അടുത്തോണ്ട് ഇങ്ങനെ പയ്യെ പോവാൻ കേട്ടോ.
ഏകദേശം നമ്മൾ ഇവിടെ എത്തി. ഇത് ഇവിടേക്കോ എത്തി. നമ്മൾ ആയൂരെത്താറായി. ആയൂർ. അപ്പോൾ വെച്ചാൽ പിന്നെ നമ്മളത് കോട്ടയത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഒണ്ണസിൻ്റെ നൈറ്റ് സർവീസ് പോകണം കേട്ടോ. വണ്ടി കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈറ്റ് സർവീസ്, അടിപൊളി വണ്ടി. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. ഒരു രക്ഷയില്ല. നൈറ്റ് ഏകദേശം ഇപ്പോൾ ഒരു 12 മണിയായി. ആ സമയത്ത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നേരെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ കയറാൻ പോകണം കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്നുള്ള ആ പഴയ റോഡ് ഓടി നേരെ ബൈപ്പാസ് കയറാൻ പോകണം. അപ്പോൾ റോഡ് സൈഡിൽ ഫുള്ള് ശബരിമല സീസൺ ആയതുകൊണ്ട് ഫുള്ള് അയ്യപ്പന്മാരെ വണ്ടികളാണ്. അവർ പാചകവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് പാലത്തിൻ്റെ അടിയിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പേരുണ്ട്, നിറച്ച് ആൾക്കാരാണ്. കൊള്ളാം, റോഡ് രക്ഷയില്ല. ഈ റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ പറകാം. പിന്നെ നമ്മുടെ ആ പഴയ പാലം ഇപ്പോഴും നിലനിൽപ്പുന്നുണ്ട് കേട്ടോ. ഇതൊരു വന്നവർക്കറിയാം, പ്രത്യേക ഒരു ഫീലാണ് ഈ പാലം വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും. അത്യാവശ്യം നല്ലൊരു വൈബാണ്. അപ്പം ഇവിടെ നിന്ന് ഇനി പയ്യെ ഒരു ചെറിയ മുടുക്ക് റോഡ് വഴിയാണ് നമ്മൾ ഈ ബൈപ്പാസിലോട്ട് കയറുന്നത്. കറക്റ്റ് അളന്ന് വച്ചേക്കും പോലത്തെ ഒരു റോഡാണ്. ഞാൻ കാണിച്ചു തരാം, അത് നിങ്ങൾ നോക്കി നോക്ക്. കറക്റ്റ് എങ്ങനെ അളവെടുത്ത് ആ പാലം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൂടാ. ആ ചെറിയ എന്ന് വെച്ചാൽ ബൈപ്പാസിലോട്ട് കയറുമ്പോഴത്തേക്കുള്ള ചെറിയൊരു വയറോട് പാലമാണ് അത്. അവന്മാർ വച്ചേക്കണം കാണണം. അപ്പോൾ ഇതാണ് കേട്ടോ ആ പാലം നോക്കി, ചെറിയൊരു പാലമാണേ. അത് എങ്ങനെ ഇവന്മാർ കറക്റ്റ് അളവെടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം സൈഡിലൊക്കെ വണ്ടികൾ പിടിച്ച പാടുകൾ കിടപ്പുണ്ട്. കണ്ട ഗ്യാപ്പ് ഉണ്ടോ നിങ്ങൾ തന്നെ നോക്കി നോക്ക്. സൈഡ് എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന്. മുട്ടിയില്ലെന്ന് പറഞ്ഞാണ് പോകുന്നത്. അതൊന്ന് അങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് മാറിക്കഴിഞ്ഞാൽ അപ്പം തട്ടും. അപ്പുറം സൈഡ് സെയിമാണ്. ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ലെഫ്റ്റ് സൈഡിൽ വണ്ടികൾ ഉരച്ച് വെച്ചേക്കണത് ഇഷ്ടംപോലെ പാടുകൾ കിടപ്പുണ്ട്. ഈ പാലിങ്ങനെ കയറി നേരെ പറഞ്ഞത് നമ്മുടെ മെയിൻ ബൈപ്പാസ് റോഡിലാണ്. കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ വന്ന കയറും പയ്യെ കറങ്ങി. ഇതാ ഈ റോഡ് നേരെ കറങ്ങി കയറുന്നത് ബൈപ്പാസ് റോഡിലോട്ടാണ്. അങ്ങനെ വെച്ചാൽ വരെ നമ്മൾ ബൈപ്പാസ് റോഡ് കയറി. നമ്മുടെ വണ്ടി 80 ലോക്കാണ്. ഇപ്പോൾ മാക്സിമം 80 പോകാൻ പറ്റും. ചിലയിടത്ത് 65. സ്പീഡ് ലിമിറ്റ് 65ഉം 60ഉം അങ്ങനെയൊക്കെയാണ് സ്പീഡ് ലിമിറ്റ് ഉള്ളത്. നമ്മൾ ഈ സെൻട്രൽ ലൈൻ പിടിച്ച് ഒറ്റ ഇതിലങ്ങ് നൈസായിട്ട് ഓടി. പെട്ടെന്ന് കിലോമീറ്റർ ഓടി നിൽക്കും. വണ്ടിക്ക് മൈലേജും ഉണ്ട്. വലിയ വണ്ടി കിടന്ന് ചവിട്ടി ഈ ബ്രേക്ക് ചവിട്ടി പോകേണ്ടതാനും കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പോകാൻ പറ്റും. ഇത് നമ്മുടെ തിരുവനന്തപുരം വരെ പണി നടപ്പുണ്ട്. അപ്പം ഇനി പണി ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വിഷയമായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഒറ്റ വെടിയിലായിരിക്കും. വേറെ ഒന്നും നോക്കണ്ട, സമാധാനത്തിൽ വണ്ടി ഓടിച്ച് പോവാം. ആ ഒരു എന്താണ് പ്രത്യേക ഒരു വൈബ് കിട്ടും നമുക്ക്. അപ്പോൾ വെച്ചാൽ അങ്ങനെ നമ്മൾ നേരെ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. വലിയ ഇടയ്ക്ക് നമ്മുടെ ഒരു മൂന്നാം വളവിൻ്റെ അവിടെ ഒരു 10-20 മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്ലോക്കെല്ലാം മാറി പയ്യെ ചുരം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം പൂരം ഉറക്കമായിരുന്നു. റൂം കിട്ടി. ഇതാണ് കേട്ടോ റൂം. അപ്പം സെറ്റ് റൂമാണ് കഴിച്ച് AC കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബാമ്പൂൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ള് നല്ല തണുപ്പാണ് കേട്ടോ. രക്ഷയില്ലാത്ത തണുപ്പ്. ഗൈസ് അങ്ങനെ പോസ്റ്റാണ് നമ്മൾ. ഗൈസ് മിഹാലിൻ്റെ കിളി പോയിരിക്കും. ഗൈസ് മിഹാലിൻ്റെ കിളി പോയിരിക്കും. ചെറുക്കനെ നമ്മളിന്നലെ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ട് വന്നതാണ്. ചെറുക്കനെ പോയിട്ട് ബിഹാൻ്റെ കിളി നമ്മുടെ ചെറുക്കൻ കൊണ്ട് ചെറുക്കൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗോർഗൻ ഫാമ ഫോറസ്റ്റിലാണ്. കേസ് അങ്ങനെ
കൂർഗി വെച്ച് വന്ന് പൂക്കി ടാക്സ് അടയ്ക്കാനായിട്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് കൂർഗിൽ ഓടി വരികയാണെങ്കിൽ